CPM നേതാക്കളുടെ സമ്പാദ്യം ചോദ്യം ചെയ്യുകയാണ് അതും ഡിവൈഎഫ്ഐ നേതാവ്. CPM നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ ഇന്ന് പുറത്തു വന്നു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് 5 വർഷം മുൻപ് CPM നേതാവ് നിബിൻ ശ്രീനിവാസിനോട് നടത്തിയ സംഭാഷണമാണ് പുറത്തു വന്നത്. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതിയായെന്നും AC മൊയ്തീന്റെ ഡീലിംഗ്സ് ടോപ്പ് ക്ലാസ് ആണെന്നും ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് ഇപ്പോൾ നിബിൻ ശ്രീനിവാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. തൃശൂരിലെ CPMനെ പ്രതിസ്ഥാനത്താക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായ ശരത് പ്രസാദിന്റെ ശബ്ദരേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട്. അതിനു പുറമെ AC മൊയ്തീൻ, MK കണ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരെടുത്ത് വിമർശിക്കുന്നു ശരത് പ്രസാദ്. 5 വർഷം മുൻപാണ് ഈ ഒരു ശബ്ദ സംഭാഷണം നടന്നത്. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കും, ഇവരൊക്കെ നല്ല പിടിക്കും. കണ്ണാട്ടം ഓടാനോടി നിൽക്കും. പൊളിറ്റിക്സ് രസപ്പെട്ടാണ്. CPMന്റെ ജില്ലയിൽ നിന്നുള്ള നേതാവായ നിബിൻ ശ്രീനിവാസനോട് സംസാരിച്ചതാണ് ഈ കാര്യം എന്നുള്ളതാണ് ശരത് പ്രസാദ് തന്നെ വിശദീകരിക്കുന്നത്. തൻ്റെ സംഭാഷണം തന്നെയാണ് എന്നുള്ള കാര്യം ശരത് പ്രസാദ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വൻകിട സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നും MK കണ്ണൻ പണ്ട് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ നഗരത്തിൽ കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന ആളാണെന്നും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് അറിയാമല്ലോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നു. ആളെന്ന് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി അത്ര വലിയ വലിയ ഡീലേഴ്സ്. അതുപോലെ തന്നെ അനൂപ് ഡേവിസ് കാടക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ജില്ലയിലെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയ വർഗീസ് കണ്ടംകുളത്തേക്കും വലിയ ഇടപാടുകളുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, വലിയ ഡീലിങ്ങുകളാണ് ഇവരൊക്കെ നടത്തുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ സംഭാഷണത്തിൽ നമുക്ക് വ്യക്തമാകുന്നു. ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരുപാട് നേതാക്കൾക്ക് സാമ്പത്തിക ഇടപാടുകൾ വഴിവിട്ട രീതിയിൽ ഉണ്ട് എന്നുള്ളതും വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാടുകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട് എന്നും കോൺഗ്രസ് ഉൾപ്പെടെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഈ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ കോളിളക്കം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യാനാണ്, അതിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.